لا إله إلا الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. 10-20 വർഷമായിട്ട് ഈ ഒരു മുസാഫിൽ തന്നെയാണ് ഓതണല്ലേ? ചെറിയ എച്ചൂടി കാണും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പഠിക്കണിങ്ങനെ പോകുമ്പോൾ ഒന്ന് രണ്ടാൾ ഇങ്ങനെ ഇത് കാണുന്നുണ്ടല്ല ആര്യ. അപ്പൊ ഞാൻ കുട്ടത്തെ ഒരു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ അള്ള എനിക്ക് ആള് തന്നു കണ്ണിന് അള്ള കാഴ്ച കണ്ടിരിക്കണം. അള്ള ഒക്കെ ചെയ്ത് ഞാനായത് ഒക്കെ അള്ള ഒക്കെ ചെയ്ത് നല്ല ഇരക്ക് പഠിക്കാൻ അള്ള ഒക്കെ ചെയ്ത് കണ്ണ് കാണുമ്പോ കണ്ണിന് ഒരു കേടുമില്ല. പല്ല് കുറച്ചൊക്കെ പോയി മാത്രം. പല്ല് ആദ്യം തന്നെ പോയതാ. പല്ലുണ്ടാറിയോ? പല്ല് പറയാൻ പാടില്ല. അതെ, പല്ലുണ്ടാറിയോ? ത്യാഗാൻ പോകുമ്പോ ഗ്യാസക്കോട്ടയും വെള്ളം പൊന്തില്ല, ഗ്യാസക്കോട്ടയും വെള്ളം പൊന്തില്ല. അപ്പൊ തേങ്ങ പൊടിച്ചാണ്ട് കുച്ചി പൊടിച്ച് അഞ്ഞി കുച്ചി പൊടിച്ച് പറ്റോട്ട് പൊടിച്ചു. ാണ് വളരെ അപൂർവമായിട്ടില്ല നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന വളരെ അപൂർവങ്ങളായിട്ടുള്ള മനുഷ്യന്മാരായിട്ട് ഞാനിപ്പോ ഒരു മനുഷ്യനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഒരുപാട് ആളുകള്, പിന്നെ പല രീതിയിലും പല മേഖലയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ അൽവ്യാക്കല്ലേ പേര്? അൽവ്യാജി. അൽവ്യാജിനെ കാണാൻ വേണ്ടി വന്നതാണ്. തിരുരങ്ങാടി ചെറുമുക്കിലാണുള്ളത്. അപ്പോ കണ്ടാൽ തന്നെ അറിയാം. എപ്പൊ എത്ര വയസ്സായി? 95 വയസ്സായി. നിങ്ങള് തമ്പനിയിലൊക്കെ കണ്ട പോലെ തന്നെ 75 കൊല്ലാണ് ഇപ്പൊ നമ്മള് ആ പള്ളി അല്ലേ? 75 വർഷമായിട്ട് ഒരു പള്ളിയിൽ മാത്രം, ഒരു പള്ളി, അതായത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പള്ളി നിങ്ങളെ പേരിലാണ് പള്ളി ഉള്ളത്. അത് അന്നത്തെ കാലത്ത് ഒരു എന്താ പറയാ, ഒരു ചെറിയ നിസ്കാര പള്ളി ആയിട്ട് ഉണ്ടാക്കിയത്. നിസ്കാര പള്ളി മുത്തബലിയായിട്ട് നിങ്ങളെ കൊണ്ടുവന്നു. പിന്നെ ഇതിന് പോയപ്പോ മുജാഹിദികളെ കൈവശം പിന്നെ തിരിച്ചറിയില്ല. വേറെ പഠിച്ചു മടി ബാപ്പാന്റെ പേര് വെച്ച്. ബാപ്പാന്റെ പേര് വെച്ചിട്ട് ശാരീരികമായിട്ട് ഇപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടല്ലേ? കുട്ടികൾ നടക്കാൻ വയ്യ. പക്ഷെ നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താണ്ടോ? കാരണം ഇങ്ങനത്തെ ആളുകളൊക്കെ ഇപ്പൊ ഒരുപാട് വളരെ വിരളാണ്. കാരണം ഈ ഒരു സമയത്ത് ഇപ്പോഴും നടക്കുകയൊക്കെ ചെയ്യും. അവനാന്റെ കാര്യങ്ങൾ കൊതുടുക്കലും നിസ്കാരം കാര്യമൊക്കെ ചെയ്യും. വണ്ടി കയറാൻ പറ്റില്ല, കുടിച്ചുകാട് കയറാൻ പറ്റില്ല, കാല് വേദന. മക്കളൊക്കെ പേരിലുണ്ട്. എത്ര ആളാ? 3 ആള്. ആ കുട്ടികളോ? 2 ആണോ 1 പെണ്ണു അല്ലേ? മനോഹരന്റെ ചെറിയ മോനാണ്. പേരെന്തേനു? മൈദിക്കുട്ടി. അപ്പൊ നിങ്ങളാണ് ചെറുതല്ലേ? 3 മക്കള്. 3 ആൺകുട്ടികളെ, 1 പെങ്ങളല്ലേ? അവരുണ്ടോ? അപ്പൊ ചെറുപ്പത്തിൽ തുടങ്ങിണ്ടാവും മാ കുളിക്കല്. എത്ര വയസ്സിലേക്കാരം? അത് അന്ന് 16 വയസ്സാണ്. അന്ന് പോത്ത് അത് പറ്റി കവർസാനില്ല, ഒരു കവറില്ല. ഒരു 2 ശരിയാ പെറ്റ കുട്ടികളുടെ മാത്രം കഴിഞ്ഞു. പിന്നെ അവിടെ കവറില്ല. അപ്പൊ അവിടെ പോത്തിനെ കെട്ടു. അപ്പൊ പോത്തിനെ കെട്ടിയാണ്ട് അതുപോലെ അല്ല മൊരേലില്ല. അപ്പൊ വേറെ മൊരേലുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്നും ആക്കാനാണ്. അപ്പൊ അന്ന് 9 അടിക്കാണ്. പിന്നെ 2 മാസം കഴിഞ്ഞാല് 9 എന്ത് സമയം നോക്കലോ? നോക്കല് എങ്ങനെയാ അന്ന് കണ്ട് കാലിന്റെ നടന്നിട്ടോ? അതായത് സൂര്യന്റെ നിഴലോ? അതായത് അന്ന് ഗഡിയാരൊന്നുമില്ല, ക്ലോക്ക് ഒന്നുമില്ല. അവിടെ കുറച്ച് കഴിഞ്ഞാലാണ് ബന്ധങ്ങൾ അവിടെ കെടിയാരം വെച്ചത്. അവിടുത്തെ വാക്ക് കെട്ടി. അപ്പൊ ആരെ കയ്യിലും വാച്ചും കാര്യമൊന്നും ഉണ്ടാവില്ല അന്ന്? അന്ന് ആരും വെച്ചൊന്നുമില്ല. അന്നിപ്പോ അങ്ങനത്തെ കാലാണ്, പൈസ ഇല്ലാത്ത കാലാണ്. അങ്ങനെ പണിയൊക്കെ എന്തേക്കാരല്ല? നിങ്ങളൊക്കെ എന്തിനാ പോയി അന്നത്തെ കാലത്ത് ജോലിക്ക്? ജോലി നമുക്ക് കൃഷിപ്പണി കഴിഞ്ഞു. കൃഷിപ്പണി. പൂത്താളൊക്കെ കഴിഞ്ഞാട്ട് വന്നല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങളെ ചുറ്റുവട്ടത്തില്ല ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഇരുന്നാ മതി. എന്നാല് പഴയ കിസ്സകളെ കിട്ടും. അന്നത്തെ കാലത്തുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ. കാരണം ഈ കുറെ കാളവണ്ടി, അന്നൊക്കെ കാളവണ്ടി ഉണ്ടാവുമല്ലോ. നിങ്ങളോട് അറിയാനേ
പട്ടീന്റെ ഓർമ്മ ചക്ക കണ്ടുവച്ചതാ, പറയാൻ പാടില്ല, പണ്ട് നമ്മൾ കേടാന്. അപ്പൊ ചക്ക കണ്ടുവച്ചതാ. അതെന്തൊക്കെ പരിപ്പും തൂക്കൊണ്ട് ഇട്ട് ചെറി കൊണ്ട് വെട്ടി മുറിച്ചാണ്ട് പെങ്ങളോട് പറഞ്ഞ് കടിച്ചു വെച്ച് കൊടുത്തേരം ഉണ്ടാക്കാൻ തരില്ല, ഒരു മുറി അരിക്ക് ആദ്യം മുതൽ ആ ചക്ക ഇഷ്ടാണ്, ഒരു മുറി അതുകൊണ്ടൊക്കെ പോയി പരിപ്പിന്റെ ഉക്കൊണ്ട് അന്നത്തെ കാലം അങ്ങനെ. പട്ടിണിയാണല്ലോ അല്ലേ? അപ്പൊ ഇപ്പൊ മക്കളൊക്കെ നാട്ടിൽ തന്നെയാണ് എല്ലാരും? ഒരാള് ഗൾഫിൽ ഇപ്പം വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. 95 വയസ്സായിട്ടോ. 45 വയസ്സ് 35 വയസ്സാണ് സമയത്ത് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അന്നത്തെ കാലത്തുള്ള ഭക്ഷണ രീതിയും തൊഴിലും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഓരോ ചിട്ടയും പിന്നെ പഠിച്ചവനോടുള്ള എന്താ പറയാ ദിക്റും തായ്മ അന്ന് മുതലേ ഇങ്ങനെ പള്ളിയും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പോലെ തന്നെയാണ് അല്ലേ? അന്ന് തന്മക്കാറ്റി വന്ന് നാട്ടുകാരില്ല, നാട്ടിൽ മിമ്മ മോജൂദ് അല്ല, 3 4 മനുഷ്യൻ എന്റെ വാക്കിൽ പോയിരുന്നു. എന്റെ വാപ്പ അവക്കെ മോജൂദ് വാപ്പ വന്ന് അവർക്ക് കഴിയാൻ ബാഗ് അടക്കും. അന്ന് ഒരു തെരയും 2 3 വെച്ച് തന്മക്കാറ്റി എന്നാ പറയുന്നത്, തന്മക്കാറ്റി എന്നാ പറയാ. പിന്നെ ബമ്പാർസ് കൊതിച്ച് അതോടോടാണ് മാറി. അല്ല വസൂരിയൊക്കെ നിങ്ങളെ കുറച്ച് 70-ലോ ഇല്ലല്ലേ? തന്മക്കാറ്റി വരാൻ അന്ന് ജുമയൊക്കെ നമ്മളെ പള്ളിയിലുണ്ടോ അതോ ഇല്ല? അന്ന് പള്ളി ജുമയൊക്കെ ഓരോ കൊടുക്കാ അവിടെ അന്നൊക്കെ ഈ പള്ളി ഉണ്ട്, ചെറുമുക്ക് പള്ളി, പിന്നെ റോഡ് സൈഡിലല്ലേ പള്ളി? അവർക്ക് നടന്നിട്ട് തന്നെ എല്ലാരും. അപ്പോ നമ്മള് നൽവ്യാക്കാനെ കാണാൻ വേണ്ടി വന്നതാട്ടോ. ഒരുപാട് ദിവസമായി നമ്മളിങ്ങനെ കാണണം. ഇന്ന് വന്നപ്പോ ഇവിടെ വീട്ടിലുണ്ട്, പുറത്തൊന്നും പോവല്ല. ഇവിടെ ദിക്റും സലാത്തും നിസ്കാരമൊക്കെ ഇവിടെ തന്നെ വീട്ടിൽ തന്നെയാണ് ഇപ്പൊ. പിന്നെ എല്ലാ കാര്യങ്ങളും 95-ാമത്തെ വയസ്സിൽ ഇപ്പൊ ഒന്നെടുക്കലും പിന്നെ അതേപോലെ എന്താ പറയാ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ഇരിക്കാനും ഇതൊക്കെ അവിടുന്ന് ഓതാനില്ലേ, അവിടെ ഓതി കണ്ണ് കാണുമ്പോ ഒരു കേടുമില്ല. പല്ല് കുറച്ചൊക്കെ പോയിന് മാത്രം. പറയാൻ പാടില്ല. അതെ, പണ്ടെന്താറിയോ, ത്യാഗാൻ പോകുമ്പാണ് ഗ്യാസക്കോട്ടയും വെള്ളം പൊന്തില്ല, ഗ്യാസക്കോട്ടയും വെള്ളം പൊന്തില്ല. അപ്പൊ തേങ്ങ പൊടിച്ചാണ്ട് പൊടിച്ച് അഞ്ഞി പൊടിച്ച് പെട്ടോട്ട് പൊടിച്ച് ഏത്തക്കൊട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല കേട്ടോ ചിലപ്പോ. ഏത്തക്കൊട്ട എന്ന് പറഞ്ഞാല് നമ്മൾ മഴക്കാലത്ത് മോട്ടറും കാര്യങ്ങളൊന്നും കണ്ടൊന്നും ഇല്ലാത്ത കാലത്താണ് കേട്ടോ. കാരണം ഒരു കുളത്തില് ഇന്ത്യയൊക്കെ ചെറുപ്പക്കാലത്തുണ്ട്, ഒരു 30 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ അറിയാം. കാരണം ഇല്ലേ, നമ്മള് ഇങ്ങനെ ഇപ്പൊ ഒരു പാലട്ടിട്ട് ഒരു പിന്നെ മുളന്റെ കമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു മരത്തിന്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലർ തപ്പ് പിന്നെ എണ്ണന്റെ തപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കലുണ്ട്. അത് ഉപയോഗിച്ചിട്ട് കോരിയിട്ട് അതിനാണ് ഏത്തക്കൊട്ട തന്നെ. അത് അപ്പൊ പൈക്കുമ്പോ പിന്നെ തേങ്ങ എടുത്തുന്നു അല്ലേ? അപ്പൊ തേങ്ങ പൊളിച്ചാൽ വഴി ഉണ്ടാവില്ല. അപ്പൊ നീ പല്ലുണ്ട്, അങ്ങനെയാണ് പല്ലൊക്കെ പോയതെന്നാ പറഞ്ഞത്. ഒന്നും ആശുപത്രിയിൽ പോയി പറിച്ചിട്ടില്ല ഇല്ലേ, നമ്മൾ തന്നെ പറിച്ചതാ. ഒരു 2 പല്ല് ബാക്കിണ്ടായിരുന്നു, അത് ഇവിടെ കെട്ടിഞ്ഞാൽ പറിച്ചു. ആദ്യത്തെ പയറ് മരിച്ചിട്ടുണ്ടല്ലേ? നമ്മളെ പള്ളിയിലാണ് അറിയുന്നത്. അതെ അല്ലേ? ഇൻഷാ അല്ലാഹ് പടച്ചോൻ ആഖിറം വിശാലമാക്കി കൊടുക്കട്ടെ. പിന്നെ അതേപോലെ ഇപ്പിമ്മയൊക്കെ മരിച്ചിട്ട് കുറെ ആയോ? കുറെ ആയിനോ? അത് ഓർമ്മ ഉണ്ടോ? ഉമ്മ വെച്ച ഓർമ്മ ഉണ്ടല്ലേ? ഉമ്മ വെച്ച ഓർമ്മ എന്താ വെച്ചാല് തൊട്ടുണ്ട്, തൊട്ടിന്റെ പിന്നിലുണ്ട് ഒരു ബാക്കൊല. അപ്പൊ അടിയന്തരത്തിന് ഒരു കൈവിനെ ഈ ബാക്കട വിട്ട് ചാറുമ്പോ കുറച്ച് പപ്പടും എല്ലാരും ഇല ഇട്ടിട്ട് ചുറ്റുവട്ടത്തിരുന്നാണ്ട് അതന്നെ പഴയ കാലത്ത് നല്ല രസമാണ്. വലിയ രസം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന കുറെ നേരം പറഞ്ഞിരിക്കേണ്ടി കേട്ടോ. കാരണം നമ്മള് കഥകള് പറഞ്ഞിരുന്നാല് ഇപ്പൊ 95 വയസ്സിലും ഇങ്ങനെയൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കാന്നൊക്കെ പറഞ്ഞത് പഠിച്ചോണ്ട് ഏറ്റവും വലിയ അപാരമായിട്ടുള്ള കഴിവാണ് കേട്ടോ. കാരണം ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഏതായാലും പിന്നെ അൽവ്യാക്കാനെ കാണാൻ പറ്റിയാലും ഇവിടെ വരാൻ പറ്റിയില്ലൊക്കെ വളരെ സന്തോഷം. തീർച്ചയായിട്ടും 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 പഠിച്ചോടത്ത് നല്ല രീതിയിൽ പോവാനല്ലേ. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. നിങ്ങളൊക്കെ പ്രാർത്ഥന ശരിക്കും പഠിച്ചോ കേൾക്കും.
കാരണം ഇതന്നെയാണല്ലോ അന്ന് മുതലേ തന്നെയാണല്ലോ പണിയില്ലേ, പള്ളിയും പിന്നെ വീടും വീടൊക്കെ ആയിട്ട്. ഇങ്ങനെയൊക്കെ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്നോട് പറയാൻ അല്ല നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ നാട്ടിൽ ഇതേമായിട്ട് അപൂർവ ആളുകളൊക്കെ ഉണ്ട്, നമുക്ക് ഇങ്ങനെ കൊണ്ടുവരട്ടോ ആളുകളെ. നിങ്ങൾക്ക് എന്താ പറയാ താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം 10-50 വർഷമായി ഒരു പള്ളിയിൽ ജോലി ചെയ്യണോല്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഒരു മദ്രസിൽ ജോലി ചെയ്യണോല്, അതേപോലെ ബാങ്ക് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ 75 കൊല്ലമായിട്ട് തന്നെ ഒരു പള്ളിയിൽ ബാങ്ക് വിളിക്കാന്ന് പറഞ്ഞാല് ഒരു അത്യപൂർവമായിട്ടുള്ള സംഗതി തന്നെയാണ്. ചില്ലറൊന്നല്ല, 10-40 വർഷമായവരൊക്കെ ഉണ്ട്. പക്ഷെ 75 കൊല്ലമായിട്ട് സ്വന്തം പള്ളിയാണെങ്കിലും അവിടെ പോയിട്ട് ബാങ്ക് വിളിച്ചിട്ട് ഇങ്ങനെ വരിക എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അൽവിയാക്കും വേണ്ടി പ്രാർത്ഥിക്കും. 95-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഖുർആനൊക്കെ നോക്കി ഓതാൻ പറ്റുക എന്നുള്ളതൊക്കെ വളരെ വലിയൊരു കഴിവാണ്. കണ്ണനൊന്നും ഒരു മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അപാരമായിട്ടുള്ള കഴിവുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോ. അതെ 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 അതെ. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തൊക്കെ ഒരേപോലെ ഇനി പഠിച്ചോനും എന്താ പറയാ ജീവിക്കണ കാലത്തോളം വിധേയത്തിലാക്കിയിട്ട് ഈമാനോട് മേൽപ്പിക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും അൽവിയാക്കാനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അൽവിയാക്ക എല്ലാവർക്കും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ.